നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ബ്ലിങ്കിസ്റ്റ് എന്നൊരു സാധനമുണ്ട്, BLINKIST. അതിനകത്ത് 4000 രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്താൽ ഏത് പുസ്തകത്തിനും സമ്മറിയും 5 പേജിൽ സ്ക്രീനിലെത്തും. ബ്ലിങ്കിസ്റ്റ്. ഇപ്പോഴത്തെ പിള്ളേർ ചെയ്യുന്ന പണി എന്നറിയോ? 10 പേര് ചേർന്ന് 4000 രൂപ എടുക്കുക. ഒരു കുട്ടിക്ക് 400 രൂപ ചിലവാകത്തുള്ളൂ. 4000 രൂപ അടച്ചു കഴിഞ്ഞാൽ ഈ 10 പിള്ളേർക്ക് ആവശ്യമുള്ള പുസ്തകം 10 പേരോട് ഒരുമിച്ചിരുന്ന് ബ്ലിങ്കിസ്റ്റിനകത്ത് കൊടുത്തുകൊണ്ടിരിക്കും. സമ്മറി ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കും. ലിയോ ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ് 3200 പേജ് ഞാനൊരു 23 ദിവസം കൊണ്ട് വായിച്ചു തീർത്തു. ഒരു അവധിക്കാലത്തിരുന്ന് വായിച്ചു തീർത്തു. നിങ്ങൾക്കിപ്പോൾ 10 മിനിറ്റ് എടുക്കത്തില്ല. ലിയോ ടോൾസ്റ്റോയ് വാർ ആൻഡ് പീസ് ഇംഗ്ലീഷ് അടിച്ചു കഴിഞ്ഞാൽ 3300 പേജിൻ്റെ സമ്മറി ടക്കേന്നിങ്ങനെ ഇറങ്ങി വരും പരിപാടി. ഞങ്ങളൊക്കെ നോൺ ഡീറ്റെയിൽഡ് പുസ്തകം പഠിക്കാൻ 2 മാസം എടുത്ത്. 2 മാസം. ഇപ്പോഴത്തെ പിള്ളേർക്കോ അരമണിക്കോ. ഡേവിഡ് കോപ്പർഫീൽഡ് സമ്മറി പോസിബിൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ, ക്ലിക്ക്. 10 മിനിറ്റ് കഴിയുമ്പോൾ ഡേവിഡ് കോപ്പറിൻ്റെ സമ്മറി 5 പേജ് വരും. ആ പുസ്തകത്തെ പറ്റി ഒരു പരീക്ഷയായിട്ട് ക്വസ്റ്റ്യൻ എടുത്താൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 15 ചോദ്യം ഉത്തരവും ടക്കെന്നറിയാം. പരിപാടി കഴിഞ്ഞ് നോട്ടീറ്റ് പഠിത്തം കഴിഞ്ഞ് അരമണിക്കൂർ. അപ്പോൾ ആ പരിപാടിയാണ് ബ്ലിങ്കിസ്റ്റ്, BLINKIST. ഇനി ബിബ്ലിയോഗ്രഫി ചെക്ക് ചെയ്യണം. ഒരു പുസ്തകത്തെ പറ്റി എത്ര പുസ്തകം രചിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനൊക്കെ PhDക്ക് തീസിസ് എഴുതാൻ വേണ്ടി മദ്രാസ് സെൻട്രൽ ലൈബ്രറി ഉൾപ്പെടെ 4 മാസം മെനക്കെട്ട് നടന്ന് ബിബ്ലിയോഗ്രഫി ഉണ്ടാക്കി. ഇപ്പോഴോ നിങ്ങൾക്ക് 10 മിനിറ്റ് മതി. ഞാനും എൻ്റെ ഭാര്യയും ഇംഗ്ലീഷ് PhD എടുത്തവരാണ്. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇൻ്റലക്ച്വൽ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് യോക്ന പട്ടാവ നോവൽസിനെ പറ്റി ചർച്ച ചെയ്തു. വില്യം ഫോക്നർ യോക്ന പട്ടാവ റീജിയണൽ നോവലാണ് യോക്ന പട്ടാവ നോവൽസ്. ഞാൻ പറഞ്ഞു അതിനെപ്പറ്റി ഒന്നും അധികം പുസ്തകം എഴുതപ്പെടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. ഭാര്യ പറഞ്ഞു നമുക്കൊന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഭാര്യ ചവറ കോളേജിലെ പ്രിൻസിപ്പൽ റിട്ടയർ ചെയ്താൽ. ഞങ്ങൾ കമ്പ്യൂട്ടർ കയറി വില്യം ഫോക്നർ യോക്ന പട്ടാവ നോവൽസ് ബിബ്ലിയോഗ്രഫി. കമ്പ്യൂട്ടർ ചോദിച്ചു ഡു യു വാണ്ട് ആൾ? ഞാൻ പറഞ്ഞു ഐ വാണ്ട് ആൾ. ഞാൻ വിചാരിച്ച 100 പുസ്തകം കാണത്തുള്ളൂ, അതുകൊണ്ടാണ് ഓൾ അടിച്ചത്. പേ 3 rupees per പേജ്. ഞാൻ പറഞ്ഞു എഗ്രീഡ്. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ ആഹാരം കമ്പ്യൂട്ടറിന് പ്രിൻറ്റിങ് ഓർഡർ കൊടുത്തിട്ട് ഞങ്ങൾ ആഹാരം കഴിക്കാൻ പോയി. ഞങ്ങൾ ആഹാരം കഴിച്ച് തീർന്നപ്പോൾ തന്നെ എൻ്റെ ഫാദറിൻ്റെ ബ്രദർ എന്നെ കാണാൻ വന്നു. ബ്രദറിൻ്റെ അടുത്ത് വരുന്ന 3/4 മണിക്കൂർ വർത്താനമൊക്കെ പറഞ്ഞ് ബ്രദർ പോയി കഴിയുമ്പോൾ ഞാൻ ഓർത്തോടെ മേളിൽ പ്രിൻറ്റിങ് ഓർഡർ കൊടുത്തിട്ട് വന്നിരിക്കുകയല്ലേ. ഞാനും ഭാര്യയുടെ മേളിൽ ചെന്ന് എന്താണെന്നറിയാമോ, യോക്ന പട്ടാവ നോവൽസിനെ പറ്റി 27,000 പുസ്തകം രചിക്കപ്പെട്ടിട്ടുണ്ട്. കമ്പ്യൂട്ടർ അടിച്ച് പറത്തി മാല പോലും ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. 1300 രൂപ ഞാൻ അടച്ചത്. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 1300 രൂപ പോയെന്ന് പറയാൻ പറ്റത്തില്ല, പോയി ഇതായിപ്പോയി, ഡെബിറ്റായിപ്പോയി. പക്ഷേ ഞാൻ പിന്നെ വീണത് വിദ്യയാക്കി. ഞാനത് മുഴുവൻ എടുത്തിട്ട് അതിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് പ്രിൻ്ററിൻ്റെ എല്ലാം കട്ട് ചെയ്ത് ബൈൻഡ് ചെയ്ത് എൻ്റെ ഷെൽഫ് ഒരു പുസ്തകമാക്കി. ഇപ്പോൾ യോക്ന പട്ടാവ നോവൽസിനെ പറ്റി PhD ആർക്കെങ്കിലും എടുക്കണമെങ്കിൽ ഡാഷ് ഇതങ്ങോട്ട് കൊടുത്താൽ മതി, അടിച്ച് പറത്തി. ഇതാണ് ബിബ്ലിയോഗ്രഫി സെർച്ച്. എൻസൈക്ലോപീഡിയ സെർച്ച്. പണ്ടൊരു എൻസൈക്ലോപീഡിയ നോക്കണമെങ്കിൽ തുമ്പോണെന്ന് ഞാൻ വീട്ടിൽ നിന്ന് കയറി പന്തളത്തിറങ്ങി ഒരു ബസ് കയറി 100 കിലോമീറ്റർ യാത്ര ചെയ്ത് 3 മണിക്കൂർ യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് ചെന്ന് ഞാൻ യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ 2ാം നിലയിൽ ചെന്ന് എൻസൈക്ലോപീഡിയ സെർച്ചിലോട്ട് ചെന്ന് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അകത്ത് കയറ്റിയിട്ട് ഒരു ഇരുമ്പ് ഗേറ്റ് പൂട്ടിയിട്ട് നമുക്ക് റെഫർ ചെയ്യാൻ തരും. റെഫറൻസ് തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പേപ്പർ വല്ലതും കീറിയിട്ട് തോന്നുന്നത് നോക്കും. ഇല്ലെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഗേറ്റ് തുറന്ന് പുറത്ത് വിടും. അവസാനം ഞാൻ ജയിൽ DGP ആയപ്പോഴാണ് ഈ പൂട്ടിൻ്റെ രസം മനസ്സിലായത്. അന്ന് ഞങ്ങളെ പൂട്ടിയതിൻ്റെ രഹസ്യം മനസ്സിലായത് ഞാൻ ജയിൽ DGP ആയപ്പോഴാണ്, ആളുകളെ പൂട്ടുന്ന പരിപാടി കണ്ടപ്പോഴാണ്. നിങ്ങൾക്കിപ്പോൾ 5 മിനിറ്റ് മതി. എൻസൈക്ലോപീഡിയ സെർച്ച് എന്ന് പറഞ്ഞ സൈറ്റിൽ കയറണം. കയറിയിട്ട് വിഷയം അങ്ങോട്ട് അടിക്കണം. അപ്പോൾ ബ്രിട്ടാനിക്കയിൽ ആ വിഷയത്തെ പറ്റി പറഞ്ഞത് എന്താണ്, അമേരിക്കാനയിൽ പറയുന്നത് എന്താണ്, കോളേഴ്സിൽ പറയുന്നത് എന്താണ്, വേൾഡ് ബുക്ക് എൻസൈക്ലോപീഡിയ 4 എൻസൈക്ലോപീഡിയ അപ്പോഴേ സ്ക്രീൻ. വിക്കിപീഡിയ വന്നിട്ട് വിശ്വസിച്ചാലേ ഏത് പൊട്ടന്മാർ ഓരോ വിവരക്കടനത്ത് കയറ്റിക്കളെ. അപ്പോൾ ഈ 4 എൻസൈക്ലോപീഡിയ താഴെ 10 മിനിറ്റ് കൊണ്ട് കാര്യം കഴിഞ്ഞു. എൻസൈക്ലോപീഡിയ സെർച്ച്. പിന്നെ ക്ലൗഡ് ലൈബ്രറി. ഞങ്ങളുടെയൊക്കെ കാലത്ത് പുസ്തകം കാടൊക്കെ വെട്ടി പൾപ്പുണ്ടാക്കി, പൾപ്പ് കൊണ്ട് പേപ്പറുണ്ടാക്കി, പേപ്പർ മില്ലിൽ പേപ്പറുണ്ടാക്കി, പ്രിൻ്റ് ചെയ്ത് ആടിനെ കൊന്ന് മട്ടൻ കറി കഴിച്ച ശേഷം ആടിൻ്റെ തൊലി എടുത്തത് ബൈൻഡ് ചെയ്ത് മുറ്റത്തേക്കുന്ന പ്ലാവ് വെട്ടി ഷെൽഫുണ്ടാക്കി ബെഡ്റൂമിലെ സ്ഥലവും കളഞ്ഞിട്ട് ബെഡ്റൂമിൻ്റെ സൈഡിലോട്ട് ഭിത്തിയെ ഷെൽഫ് വെച്ചിട്ട് അതിനകത്ത് ഈ പുസ്തകം എടുക്കുക. നിങ്ങൾക്കിപ്പോൾ കാടും വെട്ടണ്ട, മുറ്റത്തെ പ്ലാവും വെട്ടണ്ട, ആടിനെ കൊല്ലണ്ട, ബൈൻഡ് ചെയ്യണ്ട, വീട്ടിലെ സ്ഥലവും കളയണ്ട. ക്ലൗഡ് ലൈബ്രറി, ആകാശമേഘങ്ങളിൽ ലൈബ്രറി ഇരിക്കുകയാണ്.
28 കോടി പുസ്തകം, 28 കോടി പുസ്തകം. ക്ലൗഡ് ലൈബ്രറി കയറി E=mc² അടിച്ചു കഴിഞ്ഞാൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ സ്വന്തം പേന വെച്ച് നോട്ട്ബുക്കിൽ E=mc² 4 പേജ് ഡിറൈവ് ചെയ്ത സാധനം ദാണ്ട സ്ക്രീനിൽ ഇങ്ങനെ ഇറങ്ങി വരും. പണ്ടികളുടെ മെത്രാന്മാരൊക്കെ റോമിൽ പോവും. തിരിച്ചു വന്നൊരു വാചകടിയുണ്ട്, അലക്സാണ്ടറെ, ഞങ്ങൾ റോമിലെ മാർപ്പാപ്പയുടെ ലാട്രൻ കൊട്ടാരത്തിൻ്റെ ഭൂഗർഭാടിയിലുള്ള കോഡ സിനൈറ്റിക്കസ് കണ്ട അലക്സാണ്ടറെ എന്നൊരു കാച്ചുണ്ട്. ഞങ്ങളൊക്കെ ഈ വായി വെള്ളം ഊറിക്കൊണ്ട് ബിഷപ്പ് എന്തൊരു ഭാഗ്യവാൻ എന്ന് ഞങ്ങൾ വിചാരിക്കും. നിങ്ങൾക്ക് ബെഡ്റൂമിൽ ഇരുന്നുകൊണ്ട് ക്ലൗഡ് ലൈബ്രറി കയറി കോഡ സിനൈറ്റിക്കസ് വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം ടക്കെന്നടിച്ചാൽ മാർപ്പാപ്പയുടെ ലാട്രൻ കൊട്ടാരത്തിൻ്റെ ഭൂഗർഭ അറയിലിരിക്കുന്ന കോഡ സിനൈറ്റിക്കസിൻ്റെ വിശുദ്ധ ലൂക്കോസ് സുവിശേഷം അപ്പോഴേ സ്ക്രീനിൽ ഇങ്ങനെ തെളിയും. ക്ലൗഡ് ലൈബ്രറി. ഇപ്പോൾ ചാറ്റ് GPT എന്നൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ അമ്മോ, ഇത് കണ്ടുപിടിച്ചാൽ നമുക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. പണ്ടൊരു ലേഖനം എഴുതണമെങ്കിൽ ഞങ്ങൾ 2-3 ദിവസം മെനക്കെട്ടിരുന്നതിൻ്റെ പോയിൻ്റ് എല്ലാം കണ്ടെത്തി രാത്രി ഒരു 11 മണിക്കിരുന്ന് ലേഖനം എഴുതി 2 മണിക്ക് അത് തീർത്തിട്ട് കിടന്ന് ഇറങ്ങി രാവിലെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവന്നത് പോസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് വിഷയം അടിച്ച് കൊടുത്തിട്ട് ഒരു ലേഖനം വേണം, 5 പേജസ് 10 പേജസ് അടിച്ച് കൊടുത്താൽ 10 മിനിറ്റ് കഴിയുമ്പോൾ ചാറ്റ് GPT ടക്ക് എന്ന് ലേഖനം കഴിഞ്ഞിറങ്ങി വരും. ലൈബ്രറി പോയിട്ട് സമയം കളയണ്ട, നോട്ട് എഴുതണ്ട, പേന എടുക്കണ്ട, ഒന്നും വേണ്ട. അത് ആർക്ക് അയച്ചു കൊടുക്കണോ? ക്ലിക്കൊന്ന് ഞെക്കി അവൻ്റെ കമ്പ്യൂട്ടറിൽ ചെന്ന് കയറി പ്രസംഗിക്കണോ? പണ്ട് ഞങ്ങളൊക്കെ വിഷയം എടുത്ത് പഠിച്ചിട്ട് ഏത് ക്ഷേത്രത്തിലാണ്, ഏത് പള്ളിയിലാണ്, ഏത് സ്കൂളിലാണ്, ഏത് കോളേജിലാണ്, അവിടുത്തെ ആളുകളുടെ സ്റ്റാൻഡേർഡ് എന്നാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രസംഗം ഷേപ്പ് ചെയ്യും. ഇപ്പോഴാ നിങ്ങൾ ചാറ്റ് GPT കയറി ക്ലിക്ക് വിഷയം കൊടുത്തിട്ട് എഡ്യൂക്കേറ്റഡ് ഓഡിയൻസ്, അൺഎഡ്യൂക്കേറ്റഡ് ഓഡിയൻസ്, സ്റ്റുഡൻറ്റ് ഓഡിയൻസ് അടിച്ചു കൊടുത്താൽ മതി. അവർക്ക് ആവശ്യമുള്ളൊരു പ്രസംഗം ടക്കെന്ന് ഇങ്ങനെ ഇറങ്ങി വരും ചാറ്റ് GPTക്കകത്തൂടെ. പിന്നെ പ്രസംഗിച്ച് കേൾപ്പിക്കണോ? ഓർഡർ കൊടുത്താൽ മതി. ഏത് ലിംഗത്തിലുള്ളവർ വായിക്കണം? മെയിൽ നടിച്ചാൽ സായിപ്പ് പ്രസംഗിക്കും, ഫീമെയിൽ നടിച്ചാൽ മദാം പ്രസംഗിക്കും. സാധാരണ ആമ്പിള്ളേർ മദാമെ കൊണ്ട് പ്രസംഗിപ്പിക്കും, പെൺപിള്ളേർ സായിപ്പിനെ കൊണ്ട് പ്രസംഗിപ്പിക്കും. ദൈവത്തിൻ്റെ കളിയാണ്, ഓപ്പോസിറ്റ് സെക്സിനെ കൊണ്ട് പ്രസംഗിപ്പിക്കും. നല്ല രസമാണ്. എത്ര മണിക്കൂർ ഞാനൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി എത്രയോ മണിക്കൂർ ചിലവാക്കിയ സാധനം 5 മിനിറ്റ് കൊണ്ട് കാര്യം കഴിഞ്ഞു. 5 മിനിറ്റ്സ്. IAS പഠിക്കാൻ പോകുന്ന പിള്ളേർക്ക് ഞാൻ സെൻറ് തെരേസാസ് കോളേജ് വെച്ചിട്ട് ക്ലാസ് എടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ ഈ കൊല്ലം ഒരു 10 ചോദ്യം വരാൻ സാധ്യതയുണ്ട്. 10 ചോദ്യമൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ ഞാൻ ക്ലാസ് തുടർന്നു. 1 മണി കഴിഞ്ഞ പിള്ളേർ കിട്ടി സാർ. നമ്മൾ എന്തോ കിട്ടിയോ? അത് സാറ് പറഞ്ഞ 10 ചോദ്യത്തിന് ഉത്തരം കിട്ടി. അതെങ്ങനെ കിട്ടി? സാറേ, ഞങ്ങൾ ഓരോരുത്തരും ചാറ്റ് GPTക്കകത്ത് ഞങ്ങൾ ഓരോരോ വിഷയം അടിച്ചു കൊടുത്തു. 10 പിള്ളേർ ഓരോരോ വിഷയം അടിച്ചു കൊടുത്തു. പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിയായപ്പോൾ ഞാൻ ആ ചാറ്റ് GPTയുടെ IASൻ്റെ ഉത്തരം ഞാൻ പരിശോധിച്ച് നോക്കി. ഞങ്ങളൊക്കെ ഒരു 3 മാസം മെനക്കെട്ട് പഠിച്ചിട്ട് IASനൊരു ലേഖനം ഉണ്ടാക്കിയ കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ പിള്ളേർക്ക് അരമണിക്കൂറുണ്ട് IASൻ്റെ ലേഖനം ഉത്തരം താണ്ട റെഡി കമ്പ്യൂട്ടറില്ല, ചാറ്റ് GPTയിൽ. എന്തൊരു കണ്ടുപിടുത്തോടാ ഇത്! ലോകത്തിൽ സമ്മതിച്ചു കൊടുത്തേക്കണം. ഇതാണ് ഇപ്പോഴത്തെ കാലം. പൊന്നു മക്കളെ, ഞങ്ങളൊന്നും സ്വപ്നം കണ്ടിട്ടില്ല ഇങ്ങനൊരു കാലം വരുമെന്ന്. നിങ്ങളൊക്കെ എന്ത് ഭാഗ്യം ചെയ്ത മനുഷ്യരാണെന്നറിയോ? നിങ്ങൾ ഈ മെത്തേഡ് വെച്ച് പഠിക്കണം. ഇല്ലെങ്കിൽ ഇതുവരെന്നറിയാമോ, നിങ്ങൾ മത്സര പരീക്ഷയ്ക്ക് പോകുമ്പം നിങ്ങളോട് മത്സരിക്കുന്ന ഡൽഹിയിലെയും ബോംബെയിലെയും മദ്രാസിലെ കുട്ടികൾ ഈ പരിപാടിയെല്ലാം പഠിച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ അടുത്ത് നിങ്ങളിതൊന്നും ഉപയോഗിക്കാതെ പോയാണ്ടല്ലോ, ഫ്ലാറ്റായി പോകും. അതുകൊണ്ട് കമ്പ്യൂട്ടർ ലേണിംഗ് പഠിച്ചിരിക്കണം. ആ കമ്പ്യൂട്ടർ ലേണിംഗ് പഠിച്ചിട്ട് ആ മെത്തേഡിൽ അടിച്ച് പറത്തണം. ഇത് വളരെ വളരെ അത്യാവശ്യമായൊരു കാര്യമാണ്. കമ്പ്യൂട്ടർ ലേണിംഗ് അറിഞ്ഞിരിക്കണം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് കളയരുത്. ഞാൻ ആലപ്പുഴ ജില്ലയിലൊരു കോളേജ് പ്രസംഗിക്കാൻ പോയി. പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ മാതാപിതാവ് ഗുരു ദൈവം വ്യാഖ്യാനിക്കായിരുന്നു. വ്യാഖ്യാനമെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ആൺകുട്ടി എഴുന്നേറ്റ്, സാറേ ഞങ്ങളെ ഇക്വേഷൻ ഇപ്പം മാറ്റി, ഞങ്ങളിപ്പം മാതാപിതാ ഗൂഗിൾ ദൈവം എന്നാക്കിയിട്ടുണ്ട് സാറേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വിഡ്ഢി ഗൂശ്മാണ്ട, നീ അങ്ങനെ അല്ലടാ മാറ്റേണ്ടേ, മാതാപിതാ ഗുരു ഗൂഗിൾ ദൈവം എന്നാണ് നീ മാറ്റേണ്ടതെന്ന് പറഞ്ഞു. അപ്പം 1000 പിള്ളേർ കൈയടിച്ചപ്പോഴേ. കാരണം ഗുരുവിനെ മാറ്റിയിട്ട് കമ്പ്യൂട്ടർ കയറി കളയല്ലേ. മാതാപിതാ ഗുരു പഠിപ്പിക്കുന്നതിനകത്ത് സബ്സിക്വൻ്റ് സംശയം തീർക്കാനും അഡീഷണൽ നോളജ് കിട്ടാൻ വേണ്ടിയായി കമ്പ്യൂട്ടർ ഉപയോഗിക്കാവും. അപ്പോൾ മാതാപിതാ ഗുരു ഗൂഗിൾ ദൈവം എന്നാക്കി കാണും. അല്ല, ഗുരുവിനെ വെട്ടിയിട്ട് ഗൂഗിൾ ആക്കിയേക്കരുത്. വല്ലാത്ത അപകടത്തിൽ നിന്ന് പെട്ടു.